15-16 ആണ് അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ പരാമർശിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ പറയുന്ന ലെസൺ ഏതാന്ന് വെച്ചാൽ സ്ട്രഗിളാണ്. അതായത് അവരുടെ മാവോസത്തിന്റെ ആ കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് പാർട്ടികളുടെ അഭിപ്രായ വ്യത്യാസം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടിയുടെയും അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെ പറ്റിയുള്ള പരാമർശങ്ങളുമായിരിക്കും പറയാൻ പോവുക. അപ്പൊ സന്യാട്സന്റെ പാർട്ടി തുടങ്ങിയതിന് കുമിന്താങ് പാർട്ടി എന്നാണ് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് കോൺഗ്രസ് നടന്നത് 1924. അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് 1921. ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതില് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നത് സന്യാട്സൻ ആണ്. സന്യാട്സൻ 1925 മരിച്ചു പോകുന്നു. അപ്പോൾ സന്യാട്സന്റെ മരണശേഷം ജിയാങ് ജി പറഞ്ഞിട്ടുള്ള ലീഡറാണ് ആ പാർട്ടീനെ കൊണ്ടുപോകുന്നത്. ആ പാർട്ടി കൊണ്ടുപോകുമ്പോൾ അങ്ങേരെ ഒരു എക്സ്പെഡീഷൻ 1926 ഈ വാർലോഡ്സ്, അതായത് പരമ്പരയായിട്ടുള്ള വാർലോഡ്സിനെ ഒന്ന് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്യൂരിഫിക്കേഷൻ, അതായത് ഒരു ശുദ്ധി കലശം ചെയ്യാന്ന് പറയും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നോർത്തേൺ എക്സ്പെഡീഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഈ അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം അവർക്ക് പല റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയുള്ള കർഷകരെ പറഞ്ഞ് മനസ്സിലാപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ഉദ്ദേശം. അപ്പൊ സന്യാട്സന്റെ ആശയങ്ങളും അല്ലെങ്കിൽ അവരുടെ ലെഫ്റ്റിസ്റ്റ് ഐഡിയാസും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി വർക്കേഴ്സിനെയും ചൈനയിലുള്ള കർഷകരെയും ഒരേമാതിരി കൊണ്ടുപോവുക, അതാണ് ഉദ്ദേശം. ഇവിടെ റഷ്യയിലുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ചേഞ്ചസ് ആ ഒക്ടോബർ റവല്യൂഷന് ശേഷം കണ്ടതും അവരുടെ ബോൾഷെവിക് പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കണ്ട ശേഷം അതേ പാറ്റേണിൽ ഇവിടെ ഒന്ന് ഈ കുമിന്താങ് പാർട്ടീനെ റീഓർഗനൈസ് ചെയ്ത് വലിയൊരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഗെറ്റപ്പ് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കുന്നു. അപ്പൊ അതിനുശേഷമാണ് നമുക്കിവിടെ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ സോവിയറ്റ് റഷ്യയുടെ കൂടെ ജോയിൻ ചെയ്ത വിധത്തിൽ അവര് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ആൻഡ് ചൈന എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ടാക്കാണ്. ഇതിന്റെ ക്ലെയിം എന്താന്ന് വെച്ചാൽ മഞ്ചൂരിയൻ അവരുടെ ഒരു ഈ സോവിയറ്റ് യൂണിയന്റെ പാറ്റേണിൽ തന്നെ കൊണ്ടുവരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ഒരു റവല്യൂഷണറി പൊളിറ്റിക്കൽ ഫോർമേഷനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ പാർട്ടീസും ഇമ്പീരിയലിസം അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളുടെ മേധാവിത്വം കൊണ്ട് ചൈനയെ കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് താല്പര്യമില്ല. അപ്പൊ അതിനെ എതിർക്കാനുള്ള ഒരു, ഇവിടെ ഇന്ത്യയിലും ഇതേമാതിരി കൊളോണിയൽ സിസ്റ്റം കണ്ടിരുന്നതുകൊണ്ട് ഇതിനെ എതിർക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ പോളിസി. അപ്പൊ കമ്മ്യൂണൽ ഇന്റർനാഷണലില് അവരുടെ ഐഡിയാസ് ബേസ് ഏതിനെ സ്ഥാപകമായിട്ടാണ് മാർക്സിസം, റഷ്യയിലുള്ള മാർക്സിസത്തിനെ സ്ഥാപിതമായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചൈനയിലെ എല്ലാ വർക്കേഴ്സും എല്ലാവരും ഈ മേധാവിത്വത്തിനോട് അല്ലെങ്കിൽ ലാൻഡ് ലോർഡിന്റെ മേധാവിത്വത്തിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണ്. ആ ഫ്യൂഡൽ ലോർഡ്സിനോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഈ ഫ്യൂഡൽ ലോർഡ്സ് അല്ലെങ്കിൽ ജമ്മികൾ എന്ന് പറയാം, ലാൻഡ് ലോർഡ് എന്ന് പറഞ്ഞാൽ ജമ്മി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഈ ജമ്മികള് എപ്പോഴും കർഷകരെ മാക്സിമം ചൂഷണം ചെയ്യുന്നു. അപ്പോ കമ്മ്യൂണിസ്റ്റ് ഐഡിയ പ്രകാരം അത് പാടില്ല. അതിനാണ് ഇവർ ഈ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഐഡിയ പ്രകാരം അതിനെ മാറ്റാനുള്ള ഉദ്ദേശമാണ് കുമിന്താങ് പാർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പാർട്ടി വഴി ചൈനീസ് മേധാവികളെ അല്ലെങ്കിൽ ചൈനീസ് കർഷകരെ ചൂഷണം ചെയ്യുന്ന ഈ മേധാവികളെ, ലാൻഡ് ലോർഡിനെ അല്ലെങ്കിൽ ആൾക്കാരെ ഒപ്പോസ് ചെയ്യുക, അവിടെയൊക്കെ മാറ്റിയിട്ട് കുമിന്താങ് പാർട്ടി വഴി എല്ലാവർക്കും ഒരു ഈക്വൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. ഇനി അടുത്തതായിട്ട് ഫോർമേഷൻ വരികയാണ്. ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഘടിതമായ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് കൊണ്ടിരിക്കുകയാണ്. ആ യുണൈറ്റഡ് ഫ്രണ്ടിലുള്ളവരും കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലും സന്യാട്സനെ കാണുകയും
അവരോട് സംസാരിക്കുകയും അവരുടെ കോൺഗ്രസിന്റെ പാർട്ടീസൊക്കെ സംസാരിച്ച് മനസ്സിലാക്കുകയും മോസ്കോയിൽ 1922 കാണുന്നു, മോസ്കോയിൽ വെച്ച് കാണുന്നു. എന്നിട്ട് ഒരു സെൻട്രൽ കമ്മിറ്റി ആണ് ഫോം ചെയ്യുന്നത്. CPC എന്ന് പറയും ആ കമ്മിറ്റീനെ, സെൻട്രൽ കമ്മിറ്റി. ആ ഫോം ചെയ്യുന്നത് 1922. അതിൽ കൂടെ അവരുടെ ഈ അഡോൾഫ് ജഫിന്റെ സോവിയറ്റ് ഗൊമിന്താങ് പാർട്ടീനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം സന്യാസെന്നിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് സോവിയറ്റ് റഷ്യയും കമ്മ്യൂണിസ്റ്റും കൂടെ ഒരുമിച്ച് പോവാൻ. അപ്പൊ ഇവിടെ 53 നാഷണൽ ലീഡേഴ്സ് ആണ് ആ കോൺഫറൻസിൽ മീറ്റ് ചെയ്യുന്നത്. ഷാൻഹായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് 4-ാം തീയതി, സെപ്റ്റംബർ 4-ാം തീയതി 1922 സംവാദിക്കുന്നു, അല്ലെങ്കിൽ മീറ്റിംഗ് വെക്കുന്നു. അതിൽ ഒരു ബ്ലൂ പ്രിന്റ്, അതായത് ഈ പാർട്ടിന്റെ യുണൈറ്റഡ് ഫ്രണ്ട് പോളിസി, യുണൈറ്റഡ് ആയിട്ടുള്ള ഒരുമിച്ച് ഘടകങ്ങളായിട്ടുള്ള ഈ കുമിന്താൻ പാർട്ടിയുടെ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിനുശേഷം 3ാമത് നാഷണൽ കോൺഗ്രസ്, അത് 1923 ജൂൺ 23 കാൻഡോണില് സംഘടിപ്പിക്കുന്നു. അതിൽ കൂടെ ഒരു ഡിസിഷൻ എന്താ എടുത്ത വെച്ചാല്, ഈ സന്യാസെൻ ജിങ്ഷി മോസ്കോയിൽ പോയി ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് എങ്ങനെയാണ് ഈ സോവിയറ്റ് സിസ്റ്റം അവിടെ വർക്ക് ചെയ്തത്, അവർ എങ്ങനെ അത് സക്സസ് ആയിട്ട് വളരെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മോസ്കോയിലേക്ക് പോയി പഠിക്കാനും അവിടെ ജിയാങ് ജിഷി എക്സ്പീരിയൻസ് ചെയ്യാനും റഷ്യയിലേക്ക് പോകുന്നു. റഷ്യയിൽ നിന്ന് പഠിച്ച ശേഷമായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വരിക. ഇതിന് 1924 കുമിന്താങ്ങിന്റെ ഒരു ഫസ്റ്റ് നാഷണൽ കോൺഗ്രസ് നടത്തുമ്പോൾ ലീ ഡാസോ ആൻഡ് മാവോ സേതുങ്, അതേമാതിരി കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ അറ്റൻഡ് ചെയ്ത ശേഷം അവര് പറഞ്ഞു, കൂടുതലായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക, ഈ പാർട്ടി വഴി അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കുക. ആ ഭരണഘടന, ആ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞതിൽ ആ ക്ലിയർ ആയിട്ട് സന്യാസൻ പറയുന്നുണ്ട്. 3 പ്രിൻസിപ്പിൾസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള 3 പോളിസികൾ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല്, ആദ്യത്തേത് സോവിയറ്റ് യൂണിയനായിട്ട് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കൊണ്ടുപോവുക, അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. 2ാമത്തെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ, ഈ വർക്കേഴ്സിനെയും കർഷകരും എല്ലാരെയും ഈ മൂവ്മെന്റിലേക്ക്, ചൈനയിലുള്ള ഈ മൂവ്മെന്റിലേക്ക് അവർക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും, 3ാമതായിട്ടുള്ള പോയിന്റ്, ആ പാർട്ടി ഈ ആൾക്കാരെല്ലാരെയും കോപ്പറേറ്റ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന എന്നുള്ളത് ഫോം ചെയ്യുക. അപ്പൊ അങ്ങനെ ഈ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. എന്നാലും ഇതിന്റെ പരിണാമം എന്താ വെച്ചാൽ ഒരു റെവല്യൂഷണറി ചേഞ്ചസ് ആണ് വരുന്നത്. കാരണം ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്? മേധാവികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ചൈനയിലുള്ള ലാൻഡ് ലോർഡ് മേധാവികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു വലിയ വിപ്ലവമായ ഒരു ചേഞ്ച് ആണ് വരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റിന്റെ കുമിങ്താങ്ങിലേക്ക് വരികയും അവർക്ക് നമ്പർ കൂടുകയും അവരുടെ മെമ്പർഷിപ്പ് കൂടുകയും അവർ കൂടുതലായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള റെവല്യൂഷണറി ലെവലിൽ അവർ പോവുകയും ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് സിമ്പതറ്റിക് വ്യൂസ് കിട്ടുന്നു. പിന്നെ ശേഷം 24 പേര് സെൻട്രൽ കമ്മിറ്റിയിൽ വരുന്നു, കമ്മിറ്റിയിൽ പ്രോഡിയം കൊണ്ടുവരുന്നു. ആ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവരികയും ആ വഴി പെസന്റ് അല്ലെങ്കിൽ കർഷകന്മാര് കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻവോൾവ് ആകുകയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 1924 ഒരു ചെറിയ ഒരു വ്യത്യാസം കാണുന്നത് എന്താ വെച്ചാല്, അവരുടെ മനസ്സിൽ നമ്മുടെ രാജ്യം എന്നുള്ള ആ നാഷണലിസം, സ്വന്തം രാജ്യത്തിനോട് ഉള്ള തോന്നുകയും പുറത്തുനിന്ന് വന്ന് നമ്മളെ ഭരിക്കുന്നവരോട് ഒരു ദേഷ്യം വരികയും അവരെ മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായം അവരുടെ മനസ്സിൽ വരുന്നു. പിന്നെ 2ാമതായിട്ട് നോക്കുകയാണെങ്കിലോ, ഡെമോക്രസിന്റെ പ്രിൻസിപ്പിൾസ്. ഈ ഡെമോക്രസി എന്ന് വെച്ചാൽ ജനാധിപത്യത്തിലുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ ഒരു പ്രിവിലേജ് ആയിട്ടുള്ള പഠിച്ചവർക്ക് മാത്രമല്ല, എല്ലാ വർക്കിംഗ് ക്ലാസ്സിനും എല്ലാവർക്കും കിട്ടണം എന്നുള്ളതും
അതിൽ കൂടെ അവർ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫ്രീഡം, സംസാരിക്കാനുള്ള ഫ്രീഡം, ഓർഗനൈസ് ചെയ്യാനുള്ള ഫ്രീഡം, നല്ലൊരു ജീവിതത്തിന് കെട്ടിപ്പടുക്കാനുള്ള, ഫൈറ്റ് ചെയ്യാനുള്ള ഫ്രീഡം, ഇതൊക്കെ കിട്ടുമ്പോൾ അതാണ് ശരിയായ ജനാധിപത്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഫ്യൂഡൽ ലോർഡ്സ് എന്ന് പറയുന്നവർ, അവർക്ക് അല്ലെങ്കിൽ ഈ ലാൻഡ്, അവനവന്റെ സ്ഥലം അവൻ അല്ല, ലാൻഡ് ടു ദ ടില്ലേഴ്സ് എന്നാ പറയാ. അതായത് ഏത് കർഷകനാണോ കൃഷി ചെയ്യുന്നത് ആ സ്ഥലം അവന്. അതേമാതിരി തന്നെ ക്യാപിറ്റലില് വർക്കേഴ്സിന് അവരുടെയാണ് കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ. അപ്പൊ അവിടെ എന്താ വരുന്ന വെച്ചാല് രാജ്യത്തിലുള്ള ഒരു 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 ചെറിയ ഗ്രൂപ്പ് ആൾക്കാര്, ക്യാപിറ്റലിസ്റ്റ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ബൂർഷാസ് എന്ന് പറയാം, ലാൻഡ് ലോർഡ് എന്ന് പറഞ്ഞാൽ മേധാവികൾ, അവർക്ക് അവരുടെ കൺട്രോളിൽ നിന്നും അവരുടെ കൺട്രോൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവരെ ഇങ്ങനെ വരുമ്പോൾ ഈ ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ അതിലേക്കുള്ള അധികാരം എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്ന ശേഷം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് വലിയ കാര്യമായിട്ട് വലുതാവുകയും നാഷണലിസവും ഡെമോക്രസിക്കും ലിബറേഷനും, അതായത് അതായിരിക്കണം അവരെ ആദ്യമായ എയിം അല്ലെങ്കിൽ ഗോൾ, അങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പൊ ചൈനയുടെ ഈ പുറം രാജ്യത്തിൽ നിന്ന് മേധാവിത്വത്തിനെ തുടച്ചു മാറ്റാനും അവരെ പുറന്തള്ളാനുമുള്ള എഫേർട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതില് കുമിന്താൻ പാർട്ടി 2 കാര്യങ്ങളാണ് തീരെ അഭിപ്രായ വ്യത്യാസം വന്നു. ഒന്നത് ഇമ്പീരിയലിസ്റ്റ് എന്ന് പറയാം. അതായത് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കൺട്രികൾ നമ്മളിൽ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആധിപത്യം. 2 വാർലോർഡിസം എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ പേര് ഈ ലാൻഡ് ലോർഡ്സ് നമ്മളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവര് കൺട്രോൾ ചെയ്യുക. ഇത് രണ്ടിനെയും കുമിന്താൻ പാർട്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എതിർത്തു. എന്നിട്ട് അവര് പറഞ്ഞു കൂടുതലായിട്ടുള്ള ആൾക്കാർ, അതായത് സാധാരണ ജനങ്ങൾ, ചൈനീസ് ജനങ്ങൾ ഇതിൽ കൂടുതൽ ചേരണം, സപ്പോർട്ട് ചെയ്യണം. അതിന്റെ കൂടെ പഠിപ്പുള്ളവരും പ്രൊഫഷനുള്ളവരും മെമ്പേഴ്സ് ആവണം. അതിന്റെ കൂടെ ആംഡ് ഫോഴ്സസിൽ ജോലിയുള്ളവരുടെയും അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഡിസ്പോസലുള്ളവരുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങൾ അവരുടേതായ തരത്തിൽ അവര് ഈ പാർട്ടിയിൽ എഗെയിൻസ്റ്റ് ആരാണ് പൊതുശത്രു എന്ന് പറയുന്നത് ഇമ്പീരിയലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ മേധാവികൾ ചൂഷണം ചെയ്യുന്നവരെ, കർഷകരെയും വർക്കേഴ്സിനെയും ചൂഷണം തന്നവരെ എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് എതിർപ്പായിട്ട് ചെയ്യാന്നുള്ളതാണ് സന്യാച്ചൻ പറഞ്ഞതും. അതിൽ വളരെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള കൊളാബറേഷൻ ചെയ്ത് ഡിഫറൻസസ് കൊണ്ടുവന്ന് അതിൽ കൂടി ഈ ആക്ടിവിറ്റീസ് ഒക്കെ മാറ്റിയെടുത്ത് ഇത് ഇത്രയും പെട്ടെന്ന് നടക്കാത്ത കാര്യങ്ങളാണ്. നാഷണൽ ലെവലിലെ ലിബറേഷൻ, ഒരു വിടുതലൈ എന്ന് പറയും, തമിഴില് വിടുതലൈ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ ലെസണിൽ നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഇവരുടെ അച്ചീവ്മെന്റും സക്സസ് എന്താണ്, എങ്ങനെ അവർ സക്സസ് ആയി, എന്ത് വിധത്തിൽ അവർ അച്ചീവ്മെന്റ് എടുത്തു. അച്ചീവ്മെന്റ് വെച്ചാൽ അവർക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ശേഷം സന്യാസൻ റവല്യൂഷണറി മൂവ്മെന്റ് 1923 മാർച്ചിൽ കൊണ്ടുവന്നു. എന്നിട്ട് സോവിയറ്റിൽ നിന്ന് എക്സ്പെർട്ടായ ഡിപ്ലോമാറ്റിലെ കൊണ്ടുവരികയും റീഓർഗനൈസ് ചെയ്ത് ജനറൽ ഗാലൻ വന്നു ആർമീനെ ട്രെയിൻ ചെയ്യിക്കാൻ. അതേമാതിരി 40 അഡ്വൈസേഴ്സും വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സോവിയറ്റ് യൂണിയന്റെ മെത്തേഡിൽ സോവിയറ്റ് മിലിറ്ററി സിസ്റ്റം മാതിരി ഇവിടെയുള്ള ചൈനീസ് ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കെടുക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അങ്ങനെ ഘടകത്തിൽ കൂടെ കൊണ്ടുവരുമ്പോൾ അവരെ നാഷണലിസ്റ്റ് ആർമിയാണ് ഡെവലപ്പായി വരുന്നത്. അതായത് സ്വന്തം രാജ്യത്തിലുള്ള ആൾക്കാരെ പുരോഗതിയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് അവര് ഒരു എക്സ്പെഡീഷൻ അല്ലെങ്കിൽ നോർത്തേൺ സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ വരുമ്പോൾ ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് വരുന്നത്. May 13th 13-ാം തീയതി മൂവ്മെന്റ് 1925 ഈ May 13th മൂവ്മെന്റ് എന്ന് പറയും 1925 നടന്നതിൽ. അതിൽ അവരെന്താ ചെയ്തത്? സ്ട്രൈക്ക്, ബോയ്ക്കോട്ട്, ആന്റി ഇമ്പീരിയലിസ്റ്റ് ഡെമോൺസ്ട്രേഷൻ. നമ്മുടെ ഇന്ത്യയിലും നടന്ന മാതിരി തന്നെ സ്ട്രൈക്ക് നടത്തുക, ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ഉപരോധിക്കുക,
അവരുടെ പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക, ബോയ്ക്കോട്ട് ചെയ്യുക. പിന്നെ അതിനുശേഷം അവരെ പുറത്താക്കണം എന്നുള്ള ഡെമോൺസ്ട്രേഷൻസ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഷാൻഹായില് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് വരുന്നു. ഇതിൽ ഈ കാലഘട്ടത്തിൽ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്നത്, അതിന്റെ ഡെമോൺസ്ട്രേറ്റേഴ്സ് വരെ 10 പേരെ പോലീസിന്റെ അറ്റാക്കിൽ അവർ മരിച്ചു പോന്നു. അപ്പോൾ എന്ത് പറ്റും? അവർക്ക് അതിനെ കുറച്ചുകൂടി പുറത്തുനിന്നുള്ള പോലീസിനോടും പുറത്ത് രാജ്യങ്ങളോടും ഉള്ള ദേഷ്യം കൂടുതലാവുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷിന്റെ എല്ലാ ബിസിനസ്സും പാരലൈസ് ആയി, അതായത് നിർത്തുപോകുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ സ്ട്രൈക്ക് ചെയ്ത് അസോസിയേഷൻസ് വഴിയും സ്റ്റുഡന്റ് അസോസിയേഷനും ഷാൻഹായിലുള്ള കോമേഴ്സ് അസോസിയേഷനും എല്ലാവരും ഒരുമിച്ച് കൂടുതലായിട്ടും ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ജനറൽ യൂണിയൻ ഷാൻഹായിലേക്ക് കൂടുതലായിട്ട് കമ്മ്യൂണിസ്റ്റ് വരികയും അവര് ഇതിൽ കൂടെ യുണൈറ്റഡ് ഫ്രണ്ട് സ്ട്രാറ്റജി അക്സെപ്റ്റ് ചെയ്യുകയും അതിൽ കൂടെ ഈ മർച്ചന്റും, അതായത് വ്യാപാരികളും ബിസിനസ് നടത്തുന്നവരും എല്ലാവർക്കും മൂവ്മെന്റിന്റെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ അവര് എന്താ ചെയ്യുക? വർക്ക് ചെയ്യുന്നത്, അതായത് ഫോറിൻ ഫാക്ടറീസ് ഉള്ളവര് അവരെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നിർത്താൻ തുടങ്ങി. ഇത് കൂടാണ്ട് ഷാൻഹായില് ഒരുപാട് സ്ട്രൈക്സ് ഉണ്ട്, സോളിഡാരിറ്റി, അതായത് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ലെവലില്. ഇവരെന്താ ചെയ്യുന്നത്? പുറത്തുള്ള കമ്പനികൾ, പുറം രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ള കമ്പനികളുടെ സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുക, പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് ഉണ്ടാക്കുക. അപ്പൊ യൂണിറ്റിയില് അവർ ചൈനീസിന്റെ യൂണിറ്റി അത്രത്തോളം ഡെവലപ്പായി വരുമ്പോഴത്തേക്കും ഷാൻഹായ് ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് ആയിട്ട് മാറുകയാണ്. അത് കൂടാണ്ട് അവിടെ മൂവ്മെന്റ്സ്, വളരെ കാര്യമായിട്ടുള്ള മാസ് മൂവ്മെന്റ്സ്, അതായത് വലിയ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റെവല്യൂഷണറി പോയിന്റ് ആണ് വരുന്നത്. എല്ലാ മൂവ്മെന്റുകാരും സപ്പോർട്ട് ചെയ്യുന്നത് വർക്കേഴ്സിനെയാണ്, അതായത് തൊഴിലാളി സ്നേഹം. തൊഴിലാളി യൂണിയൻ, ന്യൂ ലേബർ യൂണിയൻസ് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ഈ ലേബർ യൂണിയൻ വന്ന ശേഷം വലിയ വലിയ സിറ്റികളിലും ഡിമാൻഡ്സ് വന്ന് കൂടുതലായി തുടങ്ങി ലേബേഴ്സിന്. അതേമാതിരി തന്നെ കർഷകരുടെ യൂണിറ്റി, അവരും ഒരുമിക്കാൻ തുടങ്ങി. ആരെയാണ് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്? പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഗവൺമെന്റിനെയും അവരുടെ വർക്കുകളെയുമാണ് ഇവര് എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് എങ്ങനെ ചെയ്തു എന്ന് വെച്ചാല്, കർഷകര് ഡിസ്ട്രിബ്യൂഷൻ ഗ്രെയിൻസ് കൊടുക്കാണ്ടിരിക്കുക, പിന്നെ ടാക്സ് അടയ്ക്കാണ്ടിരിക്കുക, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചാലഞ്ചസിനെ അവർ ചാലഞ്ച് ചെയ്യുക, ആർമി, സ്വന്തമായിട്ടുള്ള കുഞ്ഞു ആർമികൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഈ മൂവ്മെന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും GMDS, പെസന്റ് മൂവ്മെന്റ് എന്ന് പറയും. അതായത് കർഷകനെ മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുന്ന, എങ്ങനെയാണ് മിലിറ്ററി ട്രെയിനിങ് എന്നുള്ളത് കൊടുപ്പിച്ചെടുക്കുക. അപ്പോ മാവോ സേതുങ് എന്ന അതിന്റെ ലീഡർ അല്ലെങ്കിൽ ടീച്ചർ. അപ്പൊ ഇങ്ങനെയുള്ള ഈ കർഷകരെ കൊണ്ട് ഒരു മിലിറ്ററി, ഒരു യോദ്ധാവിന്റെ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ആ ട്രെയിനിങ്ങും കൊടുത്തെടുക്കുമ്പോൾ അവർക്ക് അവരുടെ വാർലോഡിന് അല്ലെങ്കിൽ അവരുടെ മേധാവിന്റെ അടുത്ത് എഗെയിൻസ്റ്റ് ആയിട്ട്, ജമീന്ദാർ എന്ന് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ പറയുന്നത് ജമീന്ദാർ എന്ന് പറയും, ഇന്ത്യയില് ജമീൻ എന്ന് വെച്ചാൽ ലാൻഡ് എന്നർത്ഥം, ജമീന്ദാർ എന്ന് വെച്ചാൽ ലാൻഡ് ഓണർ എന്നർത്ഥം. അപ്പൊ അത് ഇംഗ്ലണ്ടിൽ പറയുന്നത് ലാൻഡ് ലോർഡ്. ലാൻഡ് എന്ന് വെച്ചാൽ ഭൂമി, ജമീൻ. ലോർഡ് എന്ന് വെച്ചാൽ മാസ്റ്റർ. അപ്പൊ ലാൻഡ് ലോർഡ് ഇംഗ്ലണ്ടിൽ പറയുന്ന വാക്കുകൾ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയും ചൈനയിൽ നടക്കുകയാണ്. ഇവർക്ക് വളരെ ആക്റ്റീവായിട്ട് ഓരോ മൂവ്മെന്റിലും ഈ കർഷകരും തൊഴിലാളികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൂടുതലാവണം. ആ മെമ്പർഷിപ്പ് കൂടുതലായി വരുമ്പോൾ മെയ് 13-ാം തീയതി 1925 ഒരു 10 മടങ്ങാണ് ഇവരുടെ മെമ്പർഷിപ്പ് കൂടുതലായത്. അപ്പോ 1925 10,000 മെമ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഓരോ 1000 ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും 26 ആയപ്പോഴത്തേക്കും 1926 ആയപ്പോഴത്തേക്ക് 30,000 ആയി. പിന്നെ 27 ആയപ്പോഴത്തേക്ക് 58,000
മെമ്പർഷിപ്പ് വന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഇത് കർഷകർക്ക് ഇതും അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അവർ കൂടുതൽ അതിൽ ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യമായിട്ട് വരുന്നത്. അപ്പൊ മെജോറിറ്റിയും വർക്കേഴ്സ് ആണ്. ഇവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടുകയും ചിയാങ് കൈഷക്കിന്റെ റവല്യൂഷണറി ആർമി ഉണ്ടാക്കുകയും അത് ഉണ്ടാക്കി വരുന്നു. ഒരു വലിയൊരു പെസന്റ് ഗ്രൂപ്പിനെ തന്നെ കൊണ്ടിരിക്കുന്നുണ്ട് മിലിറ്ററി ഒഫൻസീവിന്. ഇതിനുശേഷം ഇവിടെ സോവിയറ്റ് റെഡ് ആർമി എന്ന് പറയും. അതായത് ഈ റവല്യൂഷണറി ആർമീനെ മാതിരിയുള്ള ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരുന്നു. ഈ സിസ്റ്റത്തിൽ കൂടി അവർ ഉദ്ദേശിക്കുന്നത് നോർത്തിലുള്ള ആൾക്കാരെ, വർക്കേഴ്സിനെ കൂടെ ഈ റൂട്ടിലേക്ക് കൊണ്ടുവരിക. ആർമി ഉണ്ടാക്കിയെടുത്തു, അതിനെ സെറ്റപ്പ് ചെയ്തെടുത്തു, ഓർഗനൈസ് ചെയ്തു, ട്രാൻസ്പോർട്ട്, പ്രൊപ്പഗാൻഡ, മെഡിക്കൽ യൂണിറ്റ്സ്, അങ്ങനെ ആയിരക്കണക്കിന് തൗസൻഡ്സ് ആൾക്കാരാണ് ഈ ഇതിലെ ആർമിയുടെ കൂടെ ജോയിൻ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തൊഴിലാളികൾ, വർക്കേഴ്സും കർഷകരും മാക്സിമം സപ്പോർട്ടാണ് കൊടുക്കുന്നത് ഈ ഓരോ പ്രോവിൻസിനും. അങ്ങനെ ഒരു യുണൈറ്റഡ് ഫ്രണ്ടിന്റെ അച്ചീവ്മെന്റ്സിന് വലിയ കാര്യമായിട്ട് വളർന്നു വരുന്നു. മാർച്ച് 21, 1927 ലീഡർഷിപ്പിന്റെ കൂട്ടത്തിൽ അവർ വലിയൊരു ചേഞ്ചസ്, റവല്യൂഷണറി ചേഞ്ചസ് കൊണ്ടുവരുന്നു. ഈ വർക്കേഴ്സ് എന്താ ചെയ്ത് എല്ലാ ഈ ട്രെയിൻസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് മുഴുവനും പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മാതിരി തന്നെ ട്രെയിൻസ് ഉണ്ടാക്കുകയും വെള്ളം ഉണ്ടാക്കുകയും എല്ലാം അവരുടെ ആവശ്യത്തിന് വേണ്ടി ആണ് ചൈനയിലും കെട്ടിയിരുന്നത്. ആ ട്രെയിൻസിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. വെള്ളവും അവർക്ക് ആവശ്യമുള്ള, അതായത് പുറം രാജ്യങ്ങളിൽ വന്ന വിദേശികളുടെ ട്രെയിൻസ് സ്റ്റോപ്പ് ചെയ്തു, വെള്ളം നിർത്തി, പവർ സപ്ലൈ കട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ടെലിഫോണും ടെലിഗ്രാഫും, നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ടൈമിലൊക്കെ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ ടെലിഫോണും ടെലിഗ്രാഫും കട്ട് ചെയ്തു, വർക്കിംഗ് ക്ലാസ്, കമേഴ്സ്യൽ ബിസിനസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ആകെ മൊത്തം ചൈനയിലെ ഒരു പണിയെടുക്കുന്നില്ല എന്നുള്ള വിധത്തിലായപ്പോഴത്തേക്കും എന്ത് പറ്റും? അവിടെ വിദേശികളുടെ ബിസിനസ് അല്ലെങ്കിൽ വിദേശികളുടെ ആധിപത്യം ഒന്ന് സ്റ്റാൻഡ് സ്റ്റില്ലായി പോകും. എന്നിട്ട് അവര് ഫൈനലായിട്ട് നാൻചിങ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് മാർച്ച് 24, 1927 വിദേശികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. ഇനി ഇതിനുശേഷം ബ്രേക്ക് ചെയ്തു, അതിനെ അടിച്ചമർത്തുകയാണ്, റിപ്രഷൻ എന്ന് പറയും. ഇതിനെ ഇങ്ങനത്തെ ഒരു അടിച്ചമർത്തൽ കൊണ്ടുവരാൻ വേണ്ടി ബ്രിട്ടീഷുകാര്, US സിറ്റിസൺസ്, ജാപ്പനീസ്, ഫ്രഞ്ച് വാർഷിപ്സ് അവരവിടെ ഷെല്ലിംഗ് നടത്തുകയാണ്. അതായത് നാൻചിങ് എന്നുള്ളത് ലിബറേറ്റ് ചെയ്ത് അവര് പിടിച്ചെടുത്തപ്പോൾ, ചൈനീസ് പിടിച്ചെടുത്തപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താൻ വേണ്ടി ഇങ്ങനെ ഈ കൺട്രികൾ, ഫ്രഞ്ചും ജാപ്പനീസും US-ഉം ബ്രിട്ടീഷും എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് അവരെ ഷെല്ലിംഗ് തുടങ്ങി, അല്ലെങ്കിൽ അവരെ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ ഒരുപാട് പേരെ അവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വരുമ്പോഴത്തേക്ക് ഈ മൂവ്മെന്റ്സ് അങ്ങ് ഡെവലപ്പായി വരുമ്പോൾ റിയാക്ഷൻസ് ഉണ്ടാവും. ആ കാലഘട്ടത്തിലാണ് 1925 സൺയാറ്റ്സൻ മരിക്കുന്നത്. സൺയാറ്റ്സൻ മരിച്ച ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ജിയാങ് ജിഷി ലീഡർ ആവുന്നു. അപ്പോ കമാൻഡർ ഇൻ ആർമിയാണ്, പൊളിറ്റിക്കൽ പൊസിഷനും ഉണ്ട്. അപ്പോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒപ്പോസിഷനെ എങ്ങനെ ഈ പോപ്പുലർ മൂവ്മെന്റ്സിന് കൊണ്ടുപോകണം. 1927 ഏപ്രിൽ 12 ഒരു റിപ്രഷൻ, സർപ്രൈസ് അറ്റാക്കാണ് അവിടെ ഷാൻഹായില് ട്രേഡ് യൂണിയനിൽ. അപ്പൊ വെപ്പൺസ്, വർക്കേഴ്സിന്റെ ആയുധങ്ങൾ പിടിച്ചെടുക്കുക, അതേമാതിരി എല്ലാവരെയും ആയിരക്കണക്കിന് ആൾക്കാരെ സ്ലോട്ടർ ചെയ്യുക, കൊല്ലുക. ഇതൊക്കെ ബ്രൂട്ടലായിട്ട് അവർ ചെയ്യുമ്പോഴത്തേക്കും സ്ട്രൈക്കൊക്കെ ബാൻ ചെയ്തു ഗവൺമെന്റ്. അസോസിയേഷൻ, കർഷകരുടെ അസോസിയേഷൻ എല്ലാം നള്ളിഫൈ ചെയ്തു, അല്ലെങ്കിൽ അതൊക്കെ തരിശാക്കി. കമ്മ്യൂണിസ്റ്റിനെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കാനും സോവിയറ്റ് എംബസി, ബെയ്ജിങ്ങിലുള്ള സോവിയറ്റ് എംബസി അറ്റാക്ക് ചെയ്തു, സോവിയറ്റ് അഡ്വൈസേഴ്സിനെയൊക്കെ പുറത്താക്കി. ഇങ്ങനെ സോവിയറ്റുമായിട്ട് കണക്റ്റഡ് ഉള്ള എല്ലാത്തിലും അവര് ഗവൺമെന്റിന്റെ
ഇന്റർഫിയറൻസ് വരെയും അവരെ അടിച്ചമർത്താണ്. റിപ്രഷൻ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പേര്, അടിച്ചമർത്തപ്പെടുന്നു. പിന്നെ 1928 ജിയാങ് ഡിഫീറ്റ് ചെയ്യാണ് ആർമീനെ. എന്നിട്ട് ഇവര് പിന്നെയും ഇവരെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ലോക്കൽ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ലോക്കൽ വാറിന് അല്ലെങ്കിൽ മേധാവികളെ കൺട്രോൾ ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇതില് 1930 സിനോ ജപ്പാൻ ടിബറ്റൻ വാർ നടക്കുന്നുണ്ട്. ആ വാറിൽ കൂടിയും ഒരു ട്രീറ്റി, സീക്രട്ട് ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. ആരുമായിട്ടാണ്? സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നു. എന്നിട്ട് അവരെ പിന്നെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇനി ഇതിന് ഈ ബ്രേക്ക് ഉണ്ടാക്കാൻ ഒരു റീസൺ വേണം, ഒരു കാരണം വേണം. ഈ കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ ആൾക്കാരെ അവര് ബൂർഷ്വായിസം എന്ന് പറയും. ലോവർ മിഡിൽ ആയിട്ടുള്ളവരെയും മിഡിൽ ലെവലല്ല, ബൂർഷ്വായിസം എന്ന് പറയുന്ന ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ സ്ഥലമേധാവികൾ, വർക്കേഴ്സ് അല്ലെങ്കിൽ ടൗണിലുള്ള മർച്ചന്റ്സ്, ഫിനാൻസേഴ്സ്, ഇവരൊക്കെ റാഡിക്കലായിട്ട് റെവല്യൂഷണറി ഫോഴ്സസ് വഴി ബ്ലോക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ പാർഷ്യൽ സക്സസ് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും യൂണിഫിക്കേഷൻ ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ഒരു ഡിസൈസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് കൊണ്ടുവരാണ് ടു പാർട്ടീസിൽ. ഈ ഫ്യൂഡൽ ലോർഡ്സ് എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞു, ലാൻഡ് ലോർഡ്സിനെയൊക്കെ പെസന്റ് മൂവ്മെന്റ് അറ്റാക്ക് ചെയ്തു എന്നും അതിനുശേഷം അവരെ ഓപ്പൺ ആയിട്ട് അഗ്രേറിയൻ റിഫോം എന്ന് പറയും. അഗ്രേറിയൻ എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ എന്നർത്ഥം. ലോസ്, പുതിയതായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും വർക്കേഴ്സിന്റെയും കർഷകരുടെയും പ്രൊട്ടസ്റ്റ് ഒക്കെ അസോസിയേഷൻ ഉണ്ടാക്കുകയും അതിൽ കൂടി പൊളിറ്റിക്കൽ ഡെമോക്രസീനെ കൊണ്ടുവരികയും ഇതൊക്കെ ചെയ്ത് അവര് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി വലിയതായിട്ടുള്ള പൊളിറ്റിക്കൽ ലെസൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാരണങ്ങൾ എന്തുകൊണ്ടാണ് അത് ഫെയിലിയർ ആയി പോയതെന്ന് നോക്കുമ്പോൾ അതിനെ നമുക്ക് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ വളരെ പുതിയ സ്ട്രാറ്റജിയാണ് റവല്യൂഷണറി ചേഞ്ചസിൽ കൊണ്ടുവന്നത്. വയലന്റ് ആയിട്ടുള്ള ആൾക്കാരെ പുറത്താക്കുക, അതേമാതിരി എക്സ്പെൽ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ സെപ്പറേഷൻ വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചേഞ്ചസ്, പൊളിറ്റിക്കൽ ചേഞ്ചസിനെയും കാണാൻ പറ്റും, സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ ചേഞ്ചസ് കൂടെ വന്നിട്ട് അവര് ഒരു അഡോപ്ഷൻ ചെയ്യുന്ന ഒരു പോളിസി, എങ്ങനെയെങ്കിലും ഈ റീഫോംസിനെ അല്ലെങ്കിൽ അഗ്രേറിയൻ റീഫോംസിനെ അല്ലെങ്കിൽ കാർഷിക വിപ്ലവത്തിനെ ഒന്ന് ഒതുക്കണം. അതിന് ഇവരെ നമ്മൾ കാണുന്നത് പുതിയ സ്ട്രാറ്റജി, പുതിയ മെത്തേഡ് എന്താണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ പുതിയ മെത്തേഡ് എന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ പെസന്റ് റവല്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ കർഷകന്റെ വിപ്ലവം റവല്യൂഷൻ. അതെവിടെ വന്നു? ചൈനയില്, റഷ്യയിൽ ഇല്ലാത്ത മാതിരിയാണ്, പക്ഷെ ചൈനയിൽ അത് കാണാൻ പറ്റും. അതേമാതിരി തന്നെ ഒരു പെസന്റ് പാർട്ടി ഉണ്ടാക്കുന്നു. ഈ കർഷകരുടെ ഒരു നാഷണലിസം, നാഷണൽ ലിബറേഷനിൽ കൂടെ, അതായത് ചൈനയെ ഒരു വ്യത്യാസമായ തരത്തിൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കണം സോഷ്യലായിട്ട്. അതിന് അവര് ഒരു ഫോർമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ യുണൈറ്റഡ് ഫ്രണ്ടിന്റെ പേരാണ് മോസ്കോ ലൈൻ. കാരണം ഇതിന്റെ സപ്ലൈ അല്ലെങ്കിൽ ഇതിന്റെ ആർഗ്യുമെന്റ്സ് എല്ലാം ബേസ്ഡ് ഓൺ മോസ്കോ ആണ്. അപ്പൊ അതുകൊണ്ട് മോസ്കോ ലൈൻ എന്നാണ് അതിന് പേര് കൊടുത്തത്. ആ മോസ്കോ ലൈൻ വഴിയും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചൈനീസിന്റെ റവല്യൂഷൻ അല്ലെങ്കിൽ ചേഞ്ചസിനുള്ള ഒരു വഴികാട്ടി. അപ്പൊ അതിനാണ് നമ്മൾ റിപ്പോർട്ട് ഓൺ ദ പെസന്റ് അല്ലെങ്കിൽ അവിടുത്തെ കർഷകന്മാരുടെ പുതു പോളിസിയെ നമ്മൾ അത് ഉദ്ദേശിക്കുന്നു. ഇത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. ഇത് റവല്യൂഷണറി സ്ട്രഗിൾ ആണ് നടക്കുന്നത്. അപ്പൊ അതിൽ കൂടെ ഇത്ര പെട്ടെന്നൊന്നും ഒരു മോസ്കോ ലൈനിന് മാറി ചൈനക്കാരുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഇത്തിരി പാടാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ അവര് എന്തൊക്കെയാ ചോദിച്ചതെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സിറ്റുവേഷനിൽ റോൾ കൊണ്ടുവരികയും അവർക്ക് ഇന്റർനാഷണൽ ലെവലില് വിധത്തില് സെറ്റപ്പ് ചെയ്യണം. എല്ലാ ക്ലാസ്സും ക്യാരക്ടർ വൈസ്, സ്റ്റേറ്റിന്റെ ക്യാരക്ടർ വൈസ് കൊണ്ടുവരണം. കോറിലേറ്റ് ചെയ്ത് കൊണ്ടുവരിക, ബാലൻസ്, ഡിഫറെന്റ് പല സോഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. ബാക്ക്വേർഡ്നെസ്, സൊസൈറ്റിയിലുള്ള
വെസ്റ്റേൺ യൂറോപ്പിനെ ബാക്ക്വേർഡ്നെസ് കൊണ്ടുവരും. അങ്ങനെ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇവർ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി റവല്യൂഷണറി ചേഞ്ച് കൊണ്ടുവരികയും റഷ്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ കൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അതൊന്ന് സെറ്റപ്പ് എടുക്കുകയാണ്. ഈ സെറ്റപ്പിൽ കൂടെ ഇംഗ്ലണ്ട് അതേസമയം ഇവിടെ ഈ ജർമ്മനി ഇവരൊക്കെ നോക്കുന്നുണ്ട്, യൂറോപ്യൻ കൺട്രികൾ. ഇംഗ്ലണ്ടും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ റഷ്യയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ റഷ്യയുടെ സഹായം ഇവർക്ക് ആവശ്യം വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പൊ അങ്ങനെ അത് സെറ്റപ്പ് ആക്കി ചൈനീസിന്റെ കമ്മ്യൂണിസം ഹ്യൂജ് ആയിട്ട് സോവിയറ്റ് യൂണിയന്റെ സൈഡിലുള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഇവരോട് അത്ര താല്പര്യമില്ല. വളരെ വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്നത് അവരുടെ ചേഞ്ചസ് ആണ്, എങ്ങനെയാണോ ചേഞ്ചസ് കൊണ്ടുവന്നെന്നുള്ളത്. ഓക്കെ, ഈ റവല്യൂഷണറിൽ കൂടെ ചൈനയുടെ നാഷണൽ യൂണിഫിക്കേഷനും അവരുടെ ഡെമോക്രസിയുമാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ അതേസമയം മാവോ സേതുങ് പറഞ്ഞ മാതിരിയുള്ള പൊളിറ്റിക്കൽ, സോഷ്യൽ, ഐഡിയോളജിക്കൽ, അതേമാതിരി റിലീജിയസ് വ്യത്യാസങ്ങളും ഈ കർഷകനും തൊഴിലാളികൾക്കും ബാക്ക്വേർഡ് ആയിരുന്നവരെ കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നു. ഇതിൽ കൂടെ ചൈനീസിന്റെ കമ്മ്യൂണിസം അവരുടെ സോഷ്യലിസത്തിനെയും കൺസേൺ ചെയ്തുകൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് ഒരാളുടെ പ്രോപ്പർട്ടിനെ അബോളിഷ് ചെയ്യുക, പ്രൈവറ്റ് പ്രോപ്പർട്ടി അബോളിഷ് ചെയ്യുക. അതായത് ഒരാൾക്കും സ്ഥലം എല്ലാവർക്കും അവകാശമുള്ളത്. അപ്പൊ ഒരാള് മാത്രം മേധാവിമാര് വെച്ചോണ്ടിരിക്കാൻ പാടില്ല, അതാണ് അതിന്റെ ഉദ്ദേശം. അബോളിഷ് ചെയ്തു. ഇതിന് ആ ജോലി ചെയ്യുന്ന തൊഴിലാളിക്കാണ് അതിന്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ അതിന്റെ ബലം അനുഭവിക്കാനുള്ള ക്ലെയിം കിട്ടുക എന്നുള്ളതാണ് അവരുടെ പോളിസി. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് യുണൈറ്റഡ് ഫ്രണ്ടിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. വർക്കിംഗ് ക്ലാസ്സിന് സ്വന്തമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനും അതേമാതിരി ഡെമോക്രാറ്റിക് റവല്യൂഷൻസ് കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് കിട്ടുന്നു. പിന്നെ ബൂർഷോയിത്തെ വർക്കർ പെസന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കർഷകനാണെങ്കിൽ കൂടെയും ഡെമോക്രസിയും അല്ലെങ്കിൽ ജനാധിപത്യവും സോഷ്യൽ ആയിട്ടുള്ള കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനും റഷ്യയിലുള്ളത് മാതിരി ഇവിടെയും ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ ഈ കോറിലേഷൻ കിട്ടുമ്പോൾ സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും ചേഞ്ചസ് ആണ് ചൈനയിൽ കാണുന്നത്. ഈ ചൈനയിൽ കാണുന്ന റവല്യൂഷണറി ചേഞ്ചസ് ഗ്രാജുവൽ ആയിട്ട് അത് വളരെ ഡീപ്പായിട്ട് പോവുകയും ചെയ്തു. അവിടെ സ്വന്തമായ ആർമികൾ ഉണ്ടാക്കുന്നു, ഈ സ്വന്തമായ ആംഡ് ഫോഴ്സസ് ഉണ്ടാക്കുകയും അവർക്ക് ആർമി മുഖാന്തരം കർഷകരായിരിക്കാം, പക്ഷെ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ ഡൈനാമിസം അല്ലെങ്കിൽ റിഫോംസ്, തൊഴിൽ അല്ലെങ്കിൽ കർഷക റിഫോംസ് ഒക്കെ വളരെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ചൈനയെ നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ആ ഡിവിഷനിൽ കൂടെ പൊളിറ്റിക്കൽ പവറിനെയും അവർ മാറ്റുന്നു. പതുക്കെ ഗറില്ല വാർഫെയർ കൊണ്ടുവരുന്നു, സ്ട്രൈക്ക് കൊണ്ടുവരുന്നു, വേരിയസ് ഫോംസ്, റെഡ് ബേസസ്, സോവിയറ്റ് ബേസസ്, കുഞ്ഞു ആർമികൾ ഉണ്ടാക്കുകയാണ്. ഈ റെഡ് ബേസസ് ആർമി സൗത്തിലാണെങ്കിൽ അതിൽ കൂടെ 3 പ്രോവിൻസസ് ആണ് അവരെ കൺട്രോൾ വരുന്നത്. ഇതിൽ കൂടെ അവര് സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ സബ്സിക്വന്റ് ആയിട്ട് അവർ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. ഇതേമാതിരി തന്നെ പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നു. ഓവർനൈറ്റോടുകൂടി അവർ പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നു. 1924-27 പുതിയ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും ഈ കമ്മ്യൂണിസ്റ്റിന്റെ അവർക്ക് എന്തൊക്കെ ക്ലാസ് റിലേഷൻഷിപ്പിനെ പറ്റിയുള്ളത് മനസ്സിലാക്കുകയും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അതായത് ഒരു വ്യത്യാസം ബൂർഷ്വായിത്ത പാഠത്തിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കണം, ഒരു ബ്രോഡർ ആയിട്ടുള്ള സപ്പോർട്ട് പോളിസികൾ എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ പോളിസീസ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ബ്രോഡർ വിശദമായിട്ട് ഡിബേറ്റ് ചെയ്യുക, ചർച്ച ചെയ്യുക, അതിൽ കൂടെ വർക്കിംഗ് ക്ലാസ്സിനെയും കർഷകരെയും ഒരുമിച്ച് കൊണ്ടുപോവുക, പല തരത്തിലുള്ള സ്ട്രഗിൾ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. കൺട്രി സൈഡിൽ ഒന്നാണെങ്കിൽ സിറ്റി സൈഡിൽ വേറൊന്ന്, അങ്ങനെ വിവിധ തരത്തിൽ കൂടെ എടുത്തുകൊണ്ടു പോകുന്നു. ആ ഫോർമേഷനിൽ സോവിയറ്റ് ബേസ്, ലിബറേറ്റഡ് ഏരിയാസ്, റെഡ് ബേസസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഈ പ്രോവിൻസസ് ഒക്കെ
ഒരു പെട്ടെന്നൊന്നും പിടികിട്ടാൻ പറ്റാത്ത വിധത്തിലാക്കുന്നു. ഇനി സോവിയറ്റില് ഇത് ഒക്ടോബർ റവല്യൂഷൻ നടക്കുന്നുണ്ട്. ആ സമയത്ത് 27 ഒരു റിപ്രഷൻ നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ സമ്മറില് 1930 ഒരു 15 ബേസസ് സെൻട്രൽ ചൈനയിലുണ്ട്. ഇവരെല്ലാം കൂടെ യുണൈറ്റഡ് ആയിട്ട് ചിൻഹാസ് ബേസ് എന്ന് പറയും. ചൈനീസ് ഫസ്റ്റ് ആയിട്ടുള്ള ചൈനീസ് സോവിയറ്റ് റിപ്പബ്ലിക് സ്ഥാപിക്കുന്നു. അതിൽ വീക്കറായിട്ടുള്ള ഈ ലാൻഡ് ലോർഡ്സും എല്ലാവരും ജോയിൻ ചെയ്യുകയും അതിനുശേഷം 1931 സോവിയറ്റ് ന്യൂ സോവിയറ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് ഉണ്ടാകുന്നു. അത് മാവോ സെഡോങ്ങിന്റെ പ്രസിഡൻഷിപ്പില്. ഇതിനുശേഷം ഇവര് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ അവരുടെ എനിമീസ് ആയിട്ടുള്ള റവല്യൂഷണറി ആൾക്കാരൊക്കെ പിടിച്ചു നിർത്താനുള്ള ഒരു മെത്തേഡാണ് അവര് എടുക്കുന്നത്. ഇതില് ഇവിടത്തെ കർഷകരുടെ റിച്ച്, മിഡിൽ, പുവർ ഇങ്ങനെ പല ആൾക്കാരെ വിധത്തിലാക്കി കൊണ്ടുവരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ചാല് ഈ യുണൈറ്റഡ് ഫ്രണ്ടിന്റെ വിധത്തിൽ അവര് സ്ഥലം അഗ്രേറിയൻ ലോ എന്ന് പറയും. അതായത് 1931 അഗ്രേറിയൻ എന്ന് വെച്ചാൽ റിലേറ്റഡ് വിത്ത് ലാൻഡ്, അതിന്റെ ഒരു ലോ കൊണ്ടുവന്നു. ആ ലാൻഡ് നിയമപ്രകാരം ലാൻഡ് ഒക്കെ കോൺഫിസ്കേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ തിരിച്ച് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എങ്ങനെയാ? ഒരു മെമ്പർ, ആ ഒരു ഫാമിലിയിൽ എത്ര മെമ്പർ ഉണ്ട്, എത്ര ലേബർ ഉണ്ട്, അതനുസരിച്ചിട്ടാണ്. അവർ സ്വന്തമായിട്ട് ടെമ്പിളോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ അങ്ങനെയാണെങ്കിൽ അതിന് വേറൊരു വിധത്തിൽ, ധനികനായ കർഷകനാണെങ്കിൽ അവന് വേറൊരു വിധത്തിൽ, അവൻ വേറെ ആൾക്കാരെ വയ്ക്കാണ്ട് സ്വന്തം പണിയെടുക്കണം. അങ്ങനെ പല നിയമങ്ങൾ കൊണ്ടുവരുന്ന മിഡിൽ പെസന്റ്, അതായത് ചെറിയ മിഡിൽ തരമായ കർഷകൻ ആരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്യണം എന്നുള്ള ലെവലിൽ കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ലോവർ കാറ്റഗറിയിലുള്ളവർക്കാണ്. അതായത് താഴ്ന്ന ലെവലിലുള്ള കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ സൗകര്യം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ സൗകര്യം കിട്ടുമ്പോഴത്തേക്കും ഏത് രാജ്യത്ത് നോക്കിയാലും ശരി, താഴ്ന്ന ലെവലിലുള്ള കർഷകരായിരിക്കും നമ്പർ കൂടുക. ഒരു രാജ്യത്തിലുള്ള മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ കൂടുതലും പൂറായിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ ദരിദ്രരായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടെ റവല്യൂഷൻ ഇംപ്രൂവ്മെന്റിന്റെ പ്രൊഡക്ഷൻ കിട്ടുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ബാക്ക്വേർഡിലായിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പൊ അങ്ങനെ വന്നു, അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുന്നു, റേറ്റ് ബേസസ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നു. ഇതിനുശേഷം യൂണിയൻസ് ഒക്കെ വർക്ക് ചെയ്ത് ഒരു കാറ്റഗറി എങ്ങനെയാണ് ലാൻഡിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് എടുക്കുന്നു. ഓപ്പൺ ആയിട്ട് പബ്ലിക് ആയിട്ട് ചെയ്യുന്നു. കർഷകരും വർക്കേഴ്സും ഒരുമിച്ച് ഓർഗനൈസേഷനിൽ സെറ്റപ്പ് ചെയ്തിട്ട് വർക്കേഴ്സ് ഗവൺമെന്റ് കൊണ്ടുവരുന്നു. മിഡിൽ പെസൻസ് 40% മിഡിൽ ലെവലിലാണ്. മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ധനികനുമല്ല ഒരുപാട് ദരിദ്രനുമല്ല, മിഡിൽ ലെവലുള്ളവര് 40%. ലോക്കൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നവരും ഡിസ്ട്രിക്ട് ലെവലിലും അതേമാതിരി ടൗൺഷിപ്പ് ലെവലിലും വർക്ക് ചെയ്യുന്നവരും ആ കാറ്റഗറിയിൽ വരുന്നു. ഇനി ഈ ചേഞ്ചസ്, പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ്, എക്കണോമിക് അഡ്വാൻറ്റേജസും ഇവർക്കാണ് ഏറ്റവും താഴ്ത്ത ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന നിലവിൽ ഉള്ളവർക്കാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ കൺട്രോൾ അവരുടെ ഈ ചൈനയുടെ കൺട്രോള് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺട്രോള്, സോഷ്യൽ കൺട്രോള്, ഇക്കണോമിക് കൺട്രോളൊക്കെ ഈ പോപ്പുലർ ആയിട്ടുള്ള മൂവ്മെന്റ് കൂടെ 1923-26 മുഖാന്തരം അവര് ബേസ് കാന്റോണിൽ വെച്ചിട്ട് എല്ലാം കൺട്രോൾ ചെയ്തെടുക്കുകയും അതിനുശേഷം അവര് റൈറ്റ് വിങ് ഫോഴ്സസ് കൂടെയും കൾമിനേറ്റ് ചെയ്തിട്ട് അവര് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ബ്രേക്ക് ഡൗൺ ഉണ്ടായി, കുമിന്താങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായെങ്കിൽ കൂടെയും കമ്മ്യൂണിസ്റ്റ് യുണൈറ്റഡ് ഫ്രണ്ട് 1927 ഫ്രസ്ട്രേഷനൊക്കെ മാറ്റിയെടുത്ത് ലീഡേഴ്സിനെയൊക്കെ സെർച്ച് ചെയ്ത് വേണ്ട വിധത്തിൽ ആ ഗ്യാപ്പിനെ ബിൽഡപ്പ് ചെയ്ത് പാർട്ടിനെയും പാർട്ടിയിലുള്ള ആൾക്കാരെയും മാച്ചപ്പ് ചെയ്ത് അല്ലെങ്കിൽ സോവിയറ്റ് മോഡലില് ഒരു സെറ്റപ്പ് ചെയ്ത് ചൈന അതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എക്സ്പെരിമെന്റേഷൻ പല വിധത്തിൽ അവർ ചെയ്ത് അവര് മെയിൻ ആയിട്ടുള്ള സോവിയറ്റ് യൂണിയന്റെ ഒരു മെയിൻ കോർണർ സ്റ്റോൺ മാതിരിയുള്ള സപ്പോർട്ടുള്ള സ്റ്റോൺ മാതിരിയുള്ള ലെവലിലേക്ക് അതാണ് നമ്മൾ ആ ചാപ്റ്ററോടുകൂടി കാണുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിൽ വരുന്നത് അതായത് 14, ഇവിടെ ചൈനയും ജപ്പാനും തമ്മിലുള്ള യുദ്ധമാണ്. ഈ 14ാമത്തെ യൂണിറ്റിൽ നമ്മൾ പരാമർശിക്കുന്നത് എങ്ങനെയാണ് ചൈനയും ജപ്പാനും തമ്മിൽ
വാർ ഉണ്ടായത് അല്ലെങ്കിൽ യുദ്ധമുണ്ടായതെന്നാണ്. ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ആ സമയ കാലഘട്ടങ്ങളിൽ ഇന്റർനാഷണൽ സർക്കംസ്റ്റൻസസില് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് എല്ലാരും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കട്ടിങ് ദ ചൈനീസ് മെലൻ എന്ന് പറയും. മെലൻ എന്ന് പറയുന്നത് വലിയ നമ്മളെ എന്താ പറയാ വലിയ ഒരു മത്തങ്ങ മാതിരിയുള്ള സ്ഥലം. അതായത് നമ്മൾ ജോഗ്രഫിക്കൽ നോക്കുകയാണെങ്കിൽ ചൈനേനെ ഒരു വലിയ മത്തങ്ങമാരി എടുക്കുകയും ഓരോ വിദേശികളും ഓരോ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ കട്ടിങ് ദ ചൈനീസ് മെലൻ എന്ന് പറയാ. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള ആ സിറ്റുവേഷനിൽ ചൈന തിരിച്ച് ഓരോരുത്തരായിട്ട് നിർത്തി നിർത്തി യുണൈറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് അവരെങ്ങനെ മുന്നിലേക്ക് വന്നു എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ലെസൺസിലൊക്കെ നമ്മൾ പറഞ്ഞത്. ഇവിടെ ഈ സെക്കൻഡ് യുണൈറ്റഡ് ഫ്രണ്ട് ഫോർമേഷൻ വരും. ആ സെക്കൻഡ് യുണൈറ്റഡ് ഫ്രണ്ട് ഫോർമേഷൻ വരുമ്പോൾ കമ്മ്യൂണിസം ഇൻ ചൈന എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ റവല്യൂഷൻ അല്ലെങ്കിൽ അവരുടെ വിപ്ലവം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചൈന ഉണ്ടാക്കാനാണ്. ആ ചൈനയിൽ കൂടി അവരെ വിദേശികളെ പുറത്താക്കുക, അവരുടെ സ്വന്തം രാജ്യത്തിലുള്ള കാരണങ്ങൾ ആൾക്കാരെയും അതേമാതിരി തന്നെ ആ സോവിയറ്റ് യൂണിയന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ കൂടെ റവല്യൂഷണറി ചൈനീസിന്റെ വിപ്ലവ മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. ആ ഇന്റർനാഷണൽ ലെവലിലുള്ള സിനാരിയോ ആണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പോപ്പുലർ ഫ്രണ്ട് വരികയാണ്. റിയാക്ഷണറി ഇമ്പീരിയലിസ്റ്റ് ഫോഴ്സസിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തണം. നാഷണൽ ലെവലിൽ നമുക്ക് ലിബറേഷൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ജർമ്മൻ ലിബറേഷൻ കൊണ്ടുവരുമ്പോൾ ജർമ്മൻ ഫാസിസത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ആ കാലഘട്ടത്തിൽ ജപ്പാൻ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ചൈനയുടെ പിടിച്ച് ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസോട് കൂടി അവരിങ്ങനെ പിടിച്ച് എടുക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ യുണൈറ്റഡ് ഫ്രണ്ടിന്റെ ഫോർമേഷൻ ടൈമിൽ ചൈനയില് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് വിരോധികളായിട്ട് വന്നത് ജപ്പാനാണ്. എന്തുകൊണ്ട് ജപ്പാന്റെ പോളിസികൾ അല്ലെങ്കിൽ ജപ്പാന്റെ യൂണിറ്റി അല്ലെങ്കിൽ ജപ്പാന്റെ ബെറ്റർ എക്വിപ്മെന്റ്സ്, ഫാസിസ്റ്റ് പോളിസികൾ, ചൈനീസിന്റെ റവല്യൂഷണറി അല്ലെങ്കിൽ വിപ്ലവകരമായ മൂവ്മെന്റ്, ഇതൊക്കെയായിരുന്നു ചൈനയെ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ട് ഈ മൂവ്മെന്റ് ആണ്. ഇതിന്റെ ഏറ്റവും നമ്മൾ പ്രാധാന്യം ഏൽപ്പിക്കുന്നത് ഒരു മാർച്ച് എന്ന് പറയും, ദ ലോങ് മാർച്ച് എന്ന് പറയും. ഈ ലോങ് മാർച്ച് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് അതിൽ കൂടെ ആയിരക്കണക്കിന് കർഷകരാണ് കൊല്ലപ്പെട്ടത്. ഇവര് ഡെയിലി ബോംബിംഗ് ആണ് ചെയ്യുന്നത്, മെഷീൻ ഗണ്ണ് എയറിൽ കൂടെ. അപ്പൊ എന്താ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റെഡ് ആർമീന് 60,000 കാഷ്വാലിറ്റീസ്, ആയിരക്കണക്കിന് കർഷകർക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് അവര് മരിക്കുകയാണ്. അപ്പൊ ഈ റെഡ് ആർമി അല്ലെങ്കിൽ റെഡ് സപ്പോർട്ടേഴ്സിന് ഇവര് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, കമ്മ്യൂണിസത്തിന്റെ സപ്പോർട്ടേഴ്സിന് ഭയങ്കര ലോങ് മാർച്ച് കൂടെ അവര് പാവപ്പെട്ട ഈ കർഷകരെ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അതിൽ മരിച്ചവരിൽ റിട്രീവ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ലേഡീസ് ഉണ്ട്, ചെറിയ കുട്ടികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, നോൺ കമ്മ്യൂണിസ്റ്റ്. ഈ ഷെല്ലിങ് എന്ന് പറയുമ്പോൾ വെടിവെപ്പാണ്. അതിൽ എല്ലാരും മരിക്കും. കോപ്പുകൾ, മരണത്തിന് വ്യത്യാസമില്ല. ആയുധങ്ങളും കോപ്പുകളും അത്രയും ക്യാരി ചെയ്യാൻ പറ്റാത്ത ലോങ് ഡിസ്റ്റൻസിലും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഈ സ്ട്രഗിൾ ചെയ്യുന്ന അവർ ഭയങ്കരമായിട്ട് പകുതി ആൾക്കാരും സാധനങ്ങളും തിരിച്ചു പോകുന്ന വഴിയിൽ നഷ്ടപ്പെടുകയാണ്. ഈ ലോങ് മാർച്ചിന്റെ റിമാർക്കബിൾ ആയിട്ട് പറയുന്നത് ഇത് ഡിഫീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഡിഫീറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഈ വാർലോഡ്സിന് അല്ലെങ്കിൽ വിദേശികൾക്ക് കുറച്ചുകൂടെ ധൈര്യം വരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ധൈര്യം വരുന്നു. 17 ക്രോസ് ചെയ്യാണ്, മൗണ്ടൻ ചെയിൻസ് ഉണ്ട്, ലോങ് 4 നദികളുണ്ട്. ഈ മാർച്ച് തുടങ്ങുന്നത്, ഈ ലോങ് മാർച്ച്, ഗ്രേറ്റ് മാർച്ച് എന്നാണ് അതിന്റെ പേര്, ഒക്ടോബർ 16 1934 തുടങ്ങുന്നു. അവസാനിക്കുന്നതോ 1937. അപ്പൊ 3 കൊല്ലം സ്റ്റീൽ റോപ്പ് ഇങ്ങനെ ഇവര്
എത്ര കണക്കിന് 8000 മൈൽസ് ആണ് അവർ കവർ ചെയ്യുന്നത്. ഇതിൽ 30,000 ആൾക്കാർ എൻറ്റയർ ജേർണി മരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഈ വളരെ കുറഞ്ഞ ആൾക്കാർ 30 സർവൈവ് ചെയ്ത് വന്നത് 30 ആൾക്കാർ സ്ത്രീകളാണ് ആ അറ്റാക്കിൽ സർവൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ മാവോന്റെ വൈഫും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ മരിച്ചുപോയ കൂട്ടങ്ങൾ കൂടി വരുമ്പോഴത്തേക്കും ചൈനീസ് സോവിയറ്റ് റിപ്പബ്ലിക് ഉണ്ടാകുകയാണ്. ഈ ലോങ് മാർച്ച് കൂടെ ഹീറോയിസം ആണ് ചൈനീസ് ഹിസ്റ്ററിയിൽ ഡെവലപ്പ് ആവുന്നത്. സ്വയം മരിച്ചാലും വിരോധമില്ല, വിദേശികളെ പുറത്താക്കണം, അധികം അമ്യൂണിയേഷൻസ് നമ്മുടെ കയ്യിൽ, പടക്കോപ്പുകളില്ല ഡിഫെൻഡ് ചെയ്യാൻ, ഫുഡില്ല, മെഡിസിൻസ് ഇല്ല, എന്നാൽ കൂടെയും ഈ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു, വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ സിക്കാവുന്നു, ടഫായിട്ടുള്ള ടെറൈനിൽ കൂടെ നടക്കുന്നു, മാവോ സേതുങ് അതേമാതിരി പലരും മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഏറ്റവും വിധത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചൈന വളരെ ക്വാളിറ്റി ലൈഫ് ഉണ്ടായിരുന്നത്, അത് ഭയങ്കര ബെറ്റർ ക്വാളിറ്റി ലൈഫ് എൻജോയ് ചെയ്തിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ പാവപ്പെട്ടവരാകുകയും അതേമാതിരി ദരിദ്രരാവുകയും വരുന്നു. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ ജേർണലിസ്റ്റ് ആണ് പുറത്തേക്ക് എഴുതുന്നത്. അവരുടെ ലൈഫ് ലോങ് സപ്പോർട്ടേഴ്സ് ആയിട്ട് ജേർണലിസ്റ്റ് ആണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് വഴി ഗ്രാഫിക്കലി അവരുടെ ലൈഫിന് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ അറിയിച്ചുകൊണ്ട് അത് പല രാജ്യങ്ങളിലും ഇതിനെപ്പറ്റി ഒരു സംസാര വിഷയമായി വരികയും, റെഡ് ബേസ് സൗത്ത് ചൈനയിലുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടും എത്രത്തോളം വിക്ടോറിയസ് ആവുന്നു എന്നുള്ളതിന്റെ ആ ഡിഫിക്കൽട്ടീനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയാണ് GMD മിലിറ്ററി ഫോഴ്സസ്. ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ ഇത്രയും ആൾക്കാര് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവരുടെ കാഡറിൽ നിന്നുള്ളവരും നഷ്ടപ്പെട്ടവർ. അപ്പൊ അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ, ഈ ലോങ് മാർച്ചിനെ അതിനെ പറ്റിയുള്ള ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അതിനെ പ്രാധാന്യം കൽപ്പിക്കുക, കമ്മ്യൂണിസ്റ്റ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരുന്നു. അതായത് അവരുടെ രക്തസാക്ഷികളാക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ, രക്തസാക്ഷികളായിട്ട് വരുമ്പോൾ അവരുടെ ത്യാഗത്തിനെ പബ്ലിക് ഒപ്പീനിയന്റെ ലെവലിൽ കൊണ്ടുവരികയും ആ പബ്ലിക് ഒപ്പീനിയൻ ജേർണലിസത്തിൽ കൂടെ പുറത്തേക്ക് വരികയും ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വന്ന് ഇവരുടെ മെഡിക്കൽ യൂണിറ്റ്സ് ഇല്ലാത്തതും, വളരെ കുറഞ്ഞ ലെവലിലുള്ള മെഡിക്കൽ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുള്ളൂ, ആൾക്കാർ കുറവായി തുടങ്ങി. അപ്പൊ ഇത് ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഉത്ഭവം അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയുടെ കൺസോളിഡേഷനും ഇവരുടെ സഫറിങ്സും കഷ്ടപ്പാടും പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനും പൊളിറ്റിക്കൽ മീറ്റിംഗ്സും ഇതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാണ്. ഇതിൽ സ്പ്രെഡ് ചെയ്ത് വരുന്നപ്പോഴത്തേക്കും ഈ ഹ്യൂമൻ ഫിസിക്കൽ എക്സ്പീരിയൻസ് ലോങ് മാർച്ചിൽ ആയിരക്കണക്കിനുള്ള കാഡറ്റ്സ് ആണ് പോകുന്നത്. ഹാർഡ് ട്രെയിനിങ് ആണ്, ഗ്രൗണ്ട് ട്രെയിനിങ്, ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കണം, പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. മാത്രമല്ല അവരെ പുതിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരണം. ചൈനയുടെ പല സ്ഥലത്തു നിന്നും ഇവരെ പുതിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരികയും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരെ മനസ്സിലാപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് കാലഘട്ടങ്ങൾ എടുക്കുന്നുണ്ട്. ഈ ചൈനീസിന്റെ കർഷകരുടെ കഷ്ടപ്പാട്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഹാബിറ്റ്സ്, ഇതൊക്കെ വളരെ വളരെ കാര്യമായിട്ട് ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ലോങ് മാർച്ചിലെ എക്സ്പീരിയൻസ് പ്രിപ്പറേഷൻ ചെയ്യുകയും അതേമാതിരി തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാക്കുന്നു. അതിന്റെ മെത്തേഡ് എന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള ഒരു ആർമി ഉണ്ടാക്കുക, കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിന്റെ കൺട്രോളിൽ ഇതിനെ കൺട്രോൾ ചെയ്യുക, ഒരു എൻലിസ്റ്റ് ചെയ്യുക, ഒരു സപ്പോർട്ട് കൊണ്ടുവരിക ആർമിക്ക്. അതാണ് അവരുടെ ഉദ്ദേശം.
ഇനി അപ്പോൾ അങ്ങനെ വരുമ്പോൾ യാൻടാൻ സ്ട്രാറ്റജി എന്ന് പറയാന്, യാനാൻ സ്ട്രാറ്റജിയിൽ വരുമ്പോൾ ഇവിടെ സ്യൂട്ടഡ് ആയിട്ടുള്ള ഡിഫൻസ് മെത്തേഡ് കൂടി എടുത്ത് അവര് ഈ നമ്മൾ പറയും ഗറില്ല വാർഫെയർ എന്ന് പറയും. ഗറില്ല വാർഫെയർ എന്ന് പറഞ്ഞാൽ ഒളിപ്പോര് വഴി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും അങ്ങനെ അവരെ കുറച്ചുകൂടെ അവരുടെ ഏറ്റവും വലിയ എനിമിയായിട്ട് വരുന്നത് ജാപ്പനീസ് ആണ്. ഈ ജാപ്പനീസിന് ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ചൈനീസ് സോവിയറ്റ് റിപ്പബ്ലിക്സിന്റെ മെയിൻ കൺട്രോൾ അങ്ങനെ അവർ കൊണ്ടുവരുന്നു. ഇതിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആർമി വളരെ നിർബന്ധം, സോഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആവശ്യം. അങ്ങനെ അതിനെ കൊണ്ടുവന്ന ശേഷം അവര് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരു സിവിൽ വാർ തന്നെ ചൈനയിൽ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ സിവിൽ വാർ വന്ന ശേഷം ഈ വാറിൽ കൂടെ വർക്കേഴ്സ്, തൊഴിലാളികളും കർഷകരും ചൈനയിലെ എല്ലാവിധ സ്ട്രാറ്റജിയും മനസ്സിലാക്കപ്പെടുകയും യാൻസ് സ്ട്രാറ്റജി, അതാണ് ആ സ്ട്രാറ്റജി, ഇതിനെപ്പറ്റിയുള്ള ആ വ്യത്യാസത്തിലുള്ള മനസ്സിലാക്കുകയും അതിനെ അവര് യുണൈറ്റഡ് ആയിട്ട് ചൈനയ്ക്ക് അല്ലെങ്കിൽ ജപ്പാനിന് വേണ്ടിയിട്ട്, ജപ്പാനിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നടത്തുന്നത്. അങ്ങനെ സോഷ്യൽ നടത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ ജാപ്പനീസ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ജാപ്പനീസ് അഗ്രഷൻ എന്ന് പറയും. ആ കാലഘട്ടങ്ങളിൽ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് നടക്കുന്ന കാലഘട്ടമാണ്. ഒരു 1929 ഒരു ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ശേഷം ഒരു എക്കണോമിക്കലി മന്ദതയുള്ള സമയം, എക്കണോമിക് ക്രൈസിസ് എന്ന് പറയും, എക്കണോമിക് മാന്ദ്യം ഉള്ള സമയമാണ്. ആദ്യത്തെ 3 കൊല്ലം. അതിനുശേഷം എല്ലാ രാജ്യങ്ങളും അതിൽ എഫക്റ്റ് ആവുന്നുണ്ട്. ഈ പണമാന്ദ്യമാണ് നടക്കുന്നത്. അപ്പൊ ജപ്പാനും ജർമ്മനിയും ഒന്നും വളരെ കാര്യമായിട്ടില്ലെങ്കിൽ കൂടെയും ഇവര് ജാപ്പനീസിന്റെ അഗ്രസീവ് വാർ, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടുള്ള ഒരു 9 പവർ ട്രീറ്റി അവർ സൈൻ ചെയ്യുന്നു യൂറോപ്യൻ പവേഴ്സുമായിട്ടും US-ഉമായിട്ടും. ചൈനയിൽ നിന്ന് അവിടെ ഒരു ചൈനയെ ഓൺ കോളനിയാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതേമാതിരി തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയും. ഈ അറ്റാക്ക് എവിടെ സമയത്താന്ന് വെച്ചാല് 18 തീയതി സെപ്റ്റംബറിൽ 1931 പെട്ടെന്നൊരു അറ്റാക്ക്. ആ അറ്റാക്ക് വഴി ജനുവരി നോർത്ത് ചൈനയുടെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറുകയാണ്, അകത്തോട്ട് തള്ളി കയറുകയാണ്. 1935 അവര് ഇന്നർ മംഗോളിയ കടക്കുന്നു. 37 പാരമൗണ്ട് പവറായ അതുവഴി അവർ കൺട്രോൾ ചെയ്യാണ്. ആ സമയത്ത് ഒരു ചെറിയൊരു സംഭവം നടക്കുന്നുണ്ട്. അതിന്റെ പേരാണ് മാർക്കോ പോളോ ബ്രിഡ്ജ്. അതിനെ അവർ ഇൻവൈഡ് ചെയ്യും. ആ ചൈന ഇൻവൈഡ് ചെയ്ത് ആക്ച്വലി ഡിക്ലെയർ ചെയ്യാണ് വാറുമായിട്ട്. ഈ നശിപ്പിക്കല് ജാപ്പനീസിന്റെ ബ്രൂട്ടാലിറ്റിനെ കാണിക്കുന്നു. നമ്മൾ ഭയങ്കര കാര്യമായിട്ട് അവര് ബ്രൂട്ടലായിട്ട് കൊല്ലുകയാണ് ആൾക്കാരെ. യാൻറ്റിസി റീജിയനും റെഫ്യൂജീസിനെയും മിഷ്യൻ ഗണ്ണ് വഴി ഫയറിങ്, മഴ മാതിരിയാണ് മിഷ്യൻ ഗണ്ണ് വഴി ഫയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന ശേഷം അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആവുന്നു. US ന്യൂട്രലായിട്ട് ഇരിക്കും. ഈ കാലഘട്ടത്തിൽ US-ന്റെ ഒരു ന്യൂട്രലായിട്ട് ഇരുന്നിട്ട് അവര് 1941 ജപ്പാനിൽ പേൾ ഹാർബറിൽ അവർ അറ്റാക്ക് ചെയ്യുന്നു. ഈ അറ്റാക്ക് ചെയ്യുമ്പോൾ ജാപ്പനീസിന്റെ അറ്റാക്ക്, പേൾ ഹാർബർ 1941 അറ്റാക്കാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ കാരണമായിട്ട് നമുക്ക് എടുക്കാവുന്നത്. പേൾ ഹാർബർ അറ്റാക്കും ഹോങ്കോങ് പിടിച്ചെടുക്കലും സിംഗപ്പൂർ പിടിച്ചെടുക്കലും ജാപ്പനീസിന്റെ അവരങ്ങോട്ട് തകർത്ത് പൊട്ടിക്കുകയാണ്. ആ സമയത്താണ് പാനിക്കായിട്ട് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരെ തന്നെ അവർ ജാപ്പനീസ് അഡ്വാൻസിൽ മരിച്ചു പോകുന്നത്. ഇവരെന്ത് ചെയ്യും? യെല്ലോ ഡാംസിന്റെ തുറന്നു വിടും. അപ്പൊ എന്ത് പറ്റും? ചൈനീസിന്റെ അഗ്രഷൻ അല്ലെങ്കിൽ ചൈനീസിന്റെ അറ്റാക്കിനെ എതിർക്കാൻ ഇത്രയും പെട്ടെന്നുള്ള ഒരു അറ്റാക്കിൽ അത് സിറ്റുവേഷൻ വഷളാവുന്നു. ഇന്റർനാഷണൽ ലെവലിലെ സിറ്റുവേഷൻ നോക്കുമ്പോൾ സെക്കൻഡ് വേൾഡ് വാർ 1931 ഉണ്ടാകുന്നു.
അപ്പോൾ ഇവിടെ ഫോർമേഷൻ ആണ് ഫാസിസ്റ്റ് ഗ്രൂപ്പ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് അടുത്ത ബ്രോഡായിട്ട് നോക്കാൻ പറ്റുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ. ഇപ്പോ US എന്താ പറയും, അലൈഡ് ഫോഴ്സസ് ആയിട്ട് നിൽക്കുന്നു. ഈ സോഷ്യൽ ഫോഴ്സസ് ലിബറേഷൻ മൂവ്മെന്റും കൂടെ ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യയുടെ അഭിപ്രായം. ചൈനയുടെ ചോയ്സ് അനുസരിച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അലൈസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ജപ്പാൻ ഫൈറ്റ് ചെയ്യുന്നു. ദ പോപ്പുലർ ഫ്രണ്ട് ആരാ? ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ ഒരു റെപ്രസെന്റേഷൻ ലെവലില് യൂണിയൻ ആവുകയും ആ സോവിയറ്റ് യൂണിയനും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതിന്റെ ശേഷം ഫാസിസ്റ്റിനെ അറ്റാക്ക് ചെയ്യും. ജപ്പാന്റെ ചൈനയുടെ ഇൻഡിപെൻഡന്റ് ഡിഫീറ്റ് ചെയ്ത് ഇൻഡിപെൻഡന്റ് ചൈനയായിട്ട് മാറ്റുന്നു. ഈ പൊളിറ്റിക്കലി ഇന്ത്യൻ ലീഡേഴ്സ് ചെയ്ത മാതിരി തന്നെയാണ് അവിടെ കോയിൻസിഡൻസ് നടക്കുന്നത്. ഡീകോളനൈസേഷൻ വരുന്നു, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ചൈനീസ് റവല്യൂഷൻ, ഇതെല്ലാം ഫാസിസ്റ്റ് പവേഴ്സിന്റെ സെക്കൻഡ് വേൾഡ് വാറിൽ വന്ന ഒരു കാര്യങ്ങളാണ്. ഇനി ഇതെല്ലാം വന്ന ശേഷം ജാപ്പനീസിന്റെ അഗ്രഷൻ ചൈനയിൽ 1931 നടന്നു എന്ന് പറഞ്ഞു. സീരിയസ് പ്രൊപ്പോർഷൻസ് 34 നടന്നു. ഇതിന്റെ എല്ലാം വിധത്തിൽ പ്രൈമറായിട്ട് ഇവരെ ഒപ്പോസ് ചെയ്തത് സോവിയറ്റ് യൂണിയൻ. അപ്പോ സോവിയറ്റ് യൂണിയന്റെ വഴി ഫൈനാൻസ് മുഴുവൻ കൺട്രോൾ ചെയ്യും. ഇക്കണോമിക്കലായിട്ട് അവർ കൺട്രോള് പിടിച്ചെടുക്കാൻ എടുക്കുന്നു. എക്കണോമിക്കലി അവർ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? വളരെ കാര്യമായിട്ട് 37% ചൈനയുടെ റെയിൽവേസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ ആയിരുന്നു. അതേമാതിരി ചൈനയുടെ കോൾ ഔട്ട്പുട്ട് ഫോറിൻ ആയിരുന്നു. 18% ടണ്ണേജ് വെസൽസ് യാങ്ടിസി റിവറില് ഫോറിൻ ആയിരുന്നു. ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഫോറിൻ ബാങ്ക്സും എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. നോട്ട്സ് കൺട്രോൾ ചെയ്യുക, ടാക്സ് വഴിയും സോൾ ടാക്സ് വഴിയും ഇതിനെല്ലാം അവർ സ്ക്വീസ് ചെയ്തു. ആൻഡ് അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നടന്ന മാതിരി തന്നെ അവിടെയും നടക്കുന്നു. അപ്പൊ ബ്രിട്ടീഷ് ഇൻവെസ്റ്റ്മെന്റും 34 ഉണ്ടായിരുന്നു. അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് 20% ഉണ്ടായിരുന്നു. ഇതെല്ലാം വളരെ കൂടുതലായിട്ട് ഇക്കണോമിക്കലി ടെക്സ്റ്റൈൽ മിൽസ് ഒക്കെ ചൈനയിൽ ഉണ്ടായിരുന്നു. ജപ്പാൻകാരായിരുന്നു കൺട്രോൾ ചെയ്തത്. അതൊക്കെ നിർത്തലാക്കുകയും സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും ജപ്പാനോട് അവർ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് റെസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വിരോധം കാണിക്കുക, അവരുടെ അഗ്രഷനേക്ക് മഞ്ചൂറിയ വഴി പിടിച്ചെടുക്കുകയും. അപ്പോൾ ഈ മൂവ്മെന്റ് സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്ത് എടുത്ത് മൂവ്മെന്റ് വഴി സ്റ്റുഡന്റ് ഇൻവോൾവ്മെന്റ് വരുമ്പോഴത്തേക്കും അത് വളരെ കാര്യമായിട്ട് നടക്കും. അങ്ങനെ പല വിധത്തിലെ ഓർഗനൈസേഷൻസ് അവര് ചൈനീസിന്റെ 8 ഡിമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡിമാൻഡ്സ് വഴി എല്ലാ പാർട്ടീനെയും അഡ്മിഷൻ, നാഷണൽ സാൽവേഷന് കൊണ്ടിരിക്കുക, സിവിൽ വാർ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുക, അതേമാതിരി ലീഡേഴ്സിനെയൊക്കെ റെസിസ്റ്റ് ചെയ്തവരെയൊക്കെ ഷാൻഹായിന്ന് കൊണ്ടുവരിക, എല്ലാ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയും വിടുക. ഇതൊക്കെയാണ് മൂവ്മെന്റ്സിൽ കൊണ്ടുവന്നത്. അവരുടെ ഡിമാൻഡ്സ് ആയിരുന്നു. സേഫ് ഗാർഡ് ചെയ്യുക അവരുടെ ആൾക്കാരുടെ റൈറ്റ്സ് ആൻഡ് ലിബർട്ടി. പിന്നെ സന്യാസൻ എന്തൊക്കെ പറഞ്ഞുണ്ടല്ലോ അതൊക്കെ പ്രാക്ടീസിൽ കൊണ്ടുവരിക. അപ്പോൾ ഇവര് നാഷണൽ സാൽവേഷൻ കോൺഫറൻസ് നടത്തുന്നു. ആ നാഷണൽ സാൽവേഷൻ കോൺഫറൻസ് വഴി യുണൈറ്റഡ് ഫ്രണ്ടിനെ ചൈനീസ് എഗെയിൻസ്റ്റ് ആയിട്ട് ജപ്പാൻ ആൻഡ് ആ ഒരു കമ്മ്യൂണിസത്തിന്റെ പെർസിക്യൂഷനെ അവർ നിർത്തലാക്കണം, പൊളിറ്റിക്കൽ ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായങ്ങൾ. ഈ ലിങ്ക് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് പൊളിറ്റിക്കൽ റീഫോം ചെയ്ത് ലിബർട്ടി കൊണ്ടുവരിച്ച് റെസിസ്റ്റ് ചെയ്ത് ചൈനീസിന്റെ ഒരു ഇൻസെപ്പറബിൾ അസേഷൻ ആയിട്ട് അവര് ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. ഇതിൽ 31 മുതൽ 37 വരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് വന്നത് ചൈനീസിന്റെ പീപ്പിളാണ്. അവരുടെ അവിടുത്തെ ജനങ്ങളാണ്. ആ റെവല്യൂഷണറി മൂവ്മെന്റും സൗത്തിൽ നിന്ന് മാറ്റി കിയാൻസിക്കും റെഡ് സീക്കും എല്ലാം നോർത്തിലും ഏരിയ ജപ്പാനീസിന്റെ അഗ്രഷനും ഒക്യുപ്പേഷനുള്ള ഏരിയയിലൊക്കെ എടുക്കുന്നു. ഈ പ്രോഗ്രാംസ് എല്ലാം അവര് 8 ഡിമാൻഡ് വഴി കൊണ്ടുവന്ന് ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ, നാഷണൽ സാൽവേഷൻ കൊണ്ടുവന്ന് അവരതിനെ നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ലീഗലായിട്ട് നോക്കിയാല് ചൈന അഗ്രഷൻ അവരെ കമ്മ്യൂണിസ്റ്റ് എടുക്കുകയും കോപ്പറേഷൻ ആയിട്ട് അവർ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഫോർമേഷൻസ് മുഴുവൻ ഇവിടെ വരുന്നത്. യുണൈറ്റഡ് ഫ്രണ്ട് പ്രാക്ടീസ് ചെയ്ത് അവര് മാർച്ചിങ് ആർമി, 8 മാർച്ചിങ് ആർമി എന്നാ പറയാ അതിന്, അങ്ങനെ കൊണ്ടുവരുന്ന അവര് ചൈനീസിന്റെ
UNC ബേസിൽ ഫോമർ റെസിസ്റ്റൻസ് കൊണ്ടുവന്നു. ഈ റെസിസ്റ്റൻസ് വേണ്ടി റെഡ് ബേസിസിൽ ന്യൂ ടൈപ്പ് സൊസൈറ്റി കൊണ്ടുവന്നു. ഈ സൊസൈറ്റി വഴി അവര് എല്ലാവിധ കൺട്രോളും അവരുടെ കൺട്രോളിൽ കൊണ്ടുവരികയും അവര് പുതിയതായിട്ട് ഫൈനലായിട്ട് നോക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് സെറ്റപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത്. ജാപ്പനീസിന്റെ കൺട്രോളൊക്കെ മാറ്റി. അപ്പൊ ഈ ലോങ് ഡ്രോണില് അറ്റോമിക് ബോംബ് ഹിരോഷിമയിൽ വരുമ്പോഴത്തേക്കും ജാപ്പനീസിന് ഒരു സറണ്ടർ ആയി പോയി. ബ്രിട്ടീഷുകാരോടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ആറ്റം ബോംബ്, US ആറ്റം ബോംബ് ഹിരോഷിമയിൽ ചെയ്തതും 2 സെപ്റ്റംബർ 1945 ജപ്പാന്റെ അവസാനമായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുണൈറ്റഡ് ഫ്രണ്ട് വഴിയാണ് അവർ ഈ സൊസൈറ്റീനെയും അല്ലെങ്കിൽ ന്യൂ ചൈനീസ് സൊസൈറ്റി വാസ് ക്രിയേറ്റഡ്, അതിനെ ഉണ്ടാക്കിയെടുത്ത് അവിടുത്തെ ആൾക്കാർക്ക് ലിബറേഷൻ കൊടുത്ത് വൈറ്റലായിട്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് ഓർഗനൈസേഷനും വൈറ്റലായിട്ടുള്ള ഒരു റോൾ എടുക്കുകയും ജാപ്പനീസിനെ എതിർക്കുകയും അവരുടേതായ ഒരു ഡിപ്ലോമസി അല്ലെങ്കിൽ അവരുടേതായ ഒരു സെറ്റപ്പ് അവര് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഞാൻ ഈ ലോങ് മാർച്ചും എക്സ്പീരിയൻസ് കമ്മ്യൂണിസ്റ്റ് എക്സ്പീരിയൻസും നിർത്തുകയാണ്. നന്ദി.